തീർച്ചയായിട്ടും ഇത് വളരെ ഒരു ആത്മസായുജ്യത്തിൻ്റെ ഒരു അവസരം കൂടിയാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു വിശുദ്ധ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ വിയോഗത്തോട് കൂടിയിട്ട് കനിവിൻ്റെ ഒരു കാലഘട്ടം പരിചയപ്പെടുവാനായിട്ട് നമുക്ക് സാധിച്ചു. എപ്രകാരമാണ് ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു സമുദായത്തിൻ്റെ ഒരു മതത്തിൻ്റെ പരമാധ്യക്ഷൻ എന്നുള്ള രീതിയിലും അധികാരമല്ല, കരുണയാണ് പ്രധാനമെന്നുള്ളതാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. കർത്താവ് തന്നെ, ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത് കരുണയാണ് എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിലൂടെ നമ്മുടെ മുൻപിൽ പ്രത്യേകിച്ച് പേപ്പസിയുടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേകിച്ച് നേതൃത്വ ശൈലിയിലൂടെ ലോകം മുഴുവൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയാറുണ്ട്, ഓരോ വ്യക്തിയെയും അക്കമ്പനിയാണ്. യഥാർത്ഥ നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ അനുവാചകരെ, തൻ്റെ കൂട്ടത്തിലുള്ളവരെ, തൻ്റെ പിന്നാലെയുള്ളവരെ, താൻ നയിക്കപ്പെടുന്ന വ്യക്തികളെ നയിക്കുന്ന വ്യക്തികളെ പ്രധാനമായിട്ടും അക്കമ്പനി ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വിയോഗം എന്ന് പറയുന്നത് കരുണയുടെ പ്രവാചകൻ്റെ വിയോഗമായിട്ടാണ് ലോകമാധ്യമങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ശ്രദ്ധയോടുകൂടി പറഞ്ഞത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്, നിരാലംബർക്ക് വേണ്ടിയിട്ടാണ്, അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും രാഷ്ട്ര നേതാക്കന്മാർ അദ്ദേഹത്തോട് ഏതെങ്കിലും രീതിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് യോജിക്കാത്തതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളിസിയിലാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാവങ്ങളോടും അഭയാർത്ഥികളോടും കരുണ കാണിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത, ക്രിസ്തീയ ചിന്ത സ്വീകരിക്കാനായിട്ട് മടി കാണിക്കുന്നതുകൊണ്ടാണ് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് നീരസം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോളിസിയുടെ പേരിലാണ്. പക്ഷെ എന്നിരുന്നാലും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ നിലപാടിൽ ഒരിക്കലും മയം ചേർത്തിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും അതിൽ വെള്ളം ചേർത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കർക്കശമായിട്ടുള്ള ഈ ഒരു ധീരതയാർന്ന് മറ്റുള്ള കരുണയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ലോകം അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ്. പ്രത്യേകമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരെല്ലാം ഇന്ന് ഈ ഒരു നിമിഷത്തിൽ ഈ വിയോഗത്തിന് അനുബന്ധിച്ചുള്ള ഈ അനുസ്മരണത്തിലും അതുപോലെ തന്നെ അന്തിമയാത്ര പറയുന്നതിലുമൊക്കെ നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം കരുണയുടെ ഒരു പ്രവാചകൻ മാത്രമല്ല, കരുണ ഒരു പെഡഗോജിയായിട്ട് തന്നെ, ഒരു ജീവിതത്തിൽ അവലംബിക്കേണ്ട ഒരു മാർഗമായിട്ട് തന്നെ ഇന്ന് സമൂഹത്തിന് പ്രത്യേകമായിട്ട് കാണിച്ചു നൽകുകയാണ്. തീർച്ചയായിട്ടും ഭാരതത്തെയും ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു. ഭാരതം കാണുവാനായിട്ട്, അല്ലെങ്കിൽ ഭാരതത്തിൽ വന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് അദ്ദേഹം ഏറെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അനാരോഗ്യം മൂലം അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്, നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ഭാരതത്തെ സ്നേഹിച്ചിരുന്നു, കേരളത്തെ സവിശേഷമായിട്ട് സ്നേഹിച്ചിരുന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള വൈദിക വിദ്യാർത്ഥികളെ കാണുമ്പോൾ വെനീത്ത ദൽ കേരള എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അഭിസംബോധന ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം കേരളം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള, കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന നമ്മുടെ നാടിനെ പറ്റിയും ഇവിടെയുള്ള വ്യക്തികളെ പറ്റിയും മലയാളി വൈദികരിലൂടെയും മലയാളി സമർപ്പിതരിലൂടെയും ഒക്കെ അദ്ദേഹത്തിന് പരിചിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഇതെന്നുള്ളത് ഏറെ പ്രത്യേകമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ തന്നെ മലയാളികളായിട്ടുള്ള പലരെയും, പല വൈദികര സിസ്റ്റേഴ്സിനെയും ഒക്കെ വിശുദ്ധ ഉപ്രാസ്യാമ്മ പോലെ, വിശുദ്ധ മറിയം തെരേസ പോലെ പലരെയും സഭയുടെ അൾത്താരയിലേക്ക് വണങ്ങുവാനായിട്ട്, ഉയർത്തുവാനായിട്ടുള്ള കാലഘട്ടത്തിൻ്റെ ഒരു വിളിയും യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മുടെ മുൻപിൽ കാണപ്പെട്ട കാരുണ്യത്തിൻ്റെ ഒരു പ്രവാചകനായിട്ട് ഈ സമൂഹത്തിൽ ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വലിയ ഉദാഹരണമായിട്ട് കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ പോരടിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അദ്ദേഹം നമ്മുടെ മുൻപിൽ കാണിച്ചു തന്ന, അല്ലെങ്കിൽ വിവരിച്ച ഈ ആശയത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇന്ന് നമ്മൾ ഈ ഒരു സമയം, ഈ അന്തിമയാത്ര പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. ജീവിതത്തിൻ്റെ പല ഏടുകളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യമാണ് നമുക്കിതിന് ശക്തമായിട്ടൊരു പിന്തുണയായിട്ട്, ഈ ആശയത്തിന് ലോകത്തിൽ എല്ലായിടത്തും പിന്തുണ കിട്ടുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് മനസ്സിലാക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരുണ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ഒട്ടേറെ ആളുകളുണ്ട്. സമാധാനത്തിൻ്റെ ദൂതൻ എന്ന്
അദ്ദേഹത്തെ വിളിച്ചതും അതുകൊണ്ട് തന്നെയാണ്. എപ്പോഴും മനുഷ്യനോട്, സഹജീവികളോട് സ്നേഹവും കരുണയും കാണിക്കണമെന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ മൂല്യങ്ങളെ എന്നും മുറുക്കി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പ പാവപ്പെട്ടവൻ്റെ പാപ്പയായിരുന്നു.